കേരള ചരിത്രം. യൂറോപ്യന്മാരുടെ വരവ് അഥവാ അറൈവൽ ഓഫ് യൂറോപ്യൻസ്. ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് യൂറോപ്യന്മാരുടെ ആഗമനമാണ്. ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് കൊളംബസ്. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികളാണ് അറബികൾ. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. AD 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. ഇത് യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള കച്ചവട ബന്ധത്തെ തടസ്സപ്പെടുത്തി. ഈ പശ്ചാത്തലത്തിൽ യൂറോപ്യന്മാർക്ക് കടൽ മാർഗം ഇന്ത്യയിലേക്കുള്ള ഒരു വാണിജ്യപാത കണ്ടെത്തുക ആവശ്യമായി വന്നു. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ വിദേശികൾ ഡച്ചുകാരാണ്. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമം: പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. ഏത് നൂറ്റാണ്ടിലാണ് യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരള തീരത്ത് എത്തിയതെന്ന് ചോദിച്ചാൽ 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം. ഇനി കൺഫ്യൂസിംഗ് ഫാക്ട് ബോക്സിൽ പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്, പരന്ത്രേസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ്, ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ അല്ലെങ്കിൽ നെതർലൻഡുകാരാണ്, വെള്ളക്കാർ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാരാണ്, യവനർ എന്നറിയപ്പെടുന്നത് ഗ്രീക്കുകാരാണ്, ഷീമക്കാർ എന്നറിയപ്പെടുന്നത് ഇംഗ്ലീഷുകാരാണ്. ഇനി പോർച്ചുഗീസുകാർ. വാസ്കോ ഡ ഗാമയുടെ ആഗമനം. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമ യുഗത്തിൻ്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് KM പണിക്കരാണ്. ഏകദേശം 5 നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന യൂറോപ്യൻ ആധിപത്യത്തിന് ഇത് തുടക്കം കുറിച്ചു. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത് 1497 ലിസ്ബണിൽ നിന്നാണ്. ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യമാർഗം കണ്ടുപിടിക്കുന്നതിനും പൗരസ്ത്യ ദേശങ്ങളുമായുള്ള വാണിജ്യം വികസിപ്പിക്കുന്നതിനുമായിരുന്നു പോർച്ചുഗൽ രാജാവ് ഡോം മാനുവൽ ഫസ്റ്റ് വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. വാസ്കോ ഡ ഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയത് 1498 മെയ് 20. ഇനി എക്സ്ട്രാ മാർക്കിൻ്റെ ബോക്സിൽ വാസ്കോ ഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോവ്. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലാണ് സെന്റ് ഗബ്രിയേൽ. വാസ്കോ ഡ ഗാമയെ ആദ്യ യാത്രയിൽ അനുഗമിച്ച കപ്പലുകളാണ് സെന്റ് റാഫേൽ, ദി ബറിയോ എന്നീ കപ്പലുകളാണ് വാസ്കോ ഡ ഗാമയെ ആദ്യ യാത്രയിൽ അനുഗമിച്ചത്. ഇനിയടുത്ത് സാമൂതിരിയെ സന്ദർശിക്കുന്ന വാസ്കോ ഡ ഗാമ. 1498 കോഴിക്കോട് ചേമാഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലാണ് വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങിയത്. ഇനി ചരിത്രം എന്ന് പറഞ്ഞ ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. വാസ്കോ ഡ ഗാമ കോഴിക്കോട്ട് നഗരത്തിനടുത്തുള്ള കോവിലകത്തു ചെന്ന് സാമൂതിരിയെ സന്ദർശിച്ചെങ്കിലും അദ്ദേഹം കച്ചവടത്തിന് എതിർപ്പ് കാട്ടി. ഇതേ തുടർന്ന് 1498 ഓഗസ്റ്റിൽ വാസ്കോ ഡ ഗാമയ്ക്ക് കോഴിക്കോട് വിടേണ്ടി വന്നു. യാത്രാമധ്യേ അദ്ദേഹം കോലത്തിലെ രാജാവിൻ്റെ ക്ഷണമനുസരിച്ച് കണ്ണൂരിൽ ഇറങ്ങി. അവിടെ പോർച്ചുഗീസുകാർക്ക് എല്ലാ വാണിജ്യ സൗകര്യങ്ങളും കോലത്തിരി വാഗ്ദാനം ചെയ്തു. പോർച്ചുഗീസ് കപ്പലിൽ ചരക്കു കയറ്റുന്നതിനെ പറ്റി കോലത്തിരി വാസ്കോ ഡ ഗാമയുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. വാസ്കോ ഡ ഗാമ 1498 നവംബറിൽ കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട് 1499 ലിസ്ബണിൽ എത്തി. ഇനി മോർ ഇൻഫോ ഒരു വലിയ ബോക്സ് കൊടുത്തിട്ടുണ്ട്. വാസ്കോ ഡ ഗാമ രണ്ടാമതായി കേരളത്തിലെത്തിയ വർഷം 1502. വാസ്കോ ഡ ഗാമ അവസാനമായി അഥവാ മൂന്നാമതായി കേരളത്തിലെത്തിയ വർഷം 1524. വാസ്കോ ഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി കേരളത്തിലെത്തിയ വർഷം 1524. വാസ്കോ ഡ ഗാമ അന്തരിച്ച വർഷം 1524 ഡിസംബർ 24. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരുന്ന പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് ആദ്യം വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരുന്നത്. പിന്നീട് വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും മാറ്റി പോർച്ചുഗലിൽ കൊണ്ടുപോയ വർഷം 1539. വാസ്കോ ഡ ഗാമയുടെ ഭൗതികാവശിഷ്ടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ലിസ്ബണിലെ ജെറോനിമസ് കത്തീഡ്രലാണ്. വാസ്കോ ഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അഥവാ അഡ്മിറൽ ഓഫ് ദ ഇന്ത്യൻ ഓഷൻ എന്ന് വാസ്കോ ഡ ഗാമയെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. 1499 വാസ്കോ ഡ ഗാമ ലിസ്ബണിൽ എത്തിയ ശേഷം പോർച്ചുഗീസ് രാജാവ് ഇന്ത്യയിലേക്ക് അയച്ച പ്രതിനിധിയാണ് അൽവാരിസ് കബ്രാൾ. അത് 1500 അൽവാരിസ് കബ്രാളിനെ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. സാമൂതിരിയുമായി ധാരണയിലെത്തിയ അൽവാരിസ് കബ്രാളിൻ്റെ പ്രതിനിധിയാണ് ഐറേസ് കൊറിയ. എന്നാൽ കോഴിക്കോട്ടെ അറബികളുമായി ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് കബ്രാളിൻ്റെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസ് സംഘം
കൊച്ചിയിലെത്തിയത് 1500 ഡിസംബർ 25-ന്. കൊച്ചിയിൽ ഒരു വ്യാപാരശാല നിർമ്മിക്കാൻ കൊച്ചി രാജാവ് അവർക്ക് അനുവാദം നൽകുകയും ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. വാസ്കോഡ ഗാമയ്ക്കും കബ്രാളിനും ശേഷം ഇന്ത്യയിലെത്തിയ മൂന്നാമത്തെ പോർച്ചുഗീസ് പര്യടന സംഘത്തിന് നേതൃത്വം നൽകിയത് ജാവോ ഡ നോവയാണ്. ഇനി അടുത്ത് കൊച്ചിയും കോഴിക്കോടും തമ്മിൽ യുദ്ധം.